ഈ ഫോട്ടോ എടുക്കാൻ പാടില്ല എന്ന് എന്തെങ്കിലും നിയമമുണ്ടോ? വ്യക്തി സ്വാതന്ത്ര്യം അല്ലത്, ഇത് പൊതുസ്ഥലമാണ്. അതായത് ജഡ്ജ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, തെളിവ് ശേഖരിക്കാനുള്ള റൈറ്റ് ഹ്യൂമൻസിനുണ്ട്. പോലീസ് അത് പ്രൈവറ്റ് പ്ലേസ് ആണെങ്കിലും പൊതുസ്ഥലത്താണെങ്കിലും കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞോ, ഞാൻ പറഞ്ഞല്ലോ. അതായത് നമ്മൾ ഇതുപോലെ ഒരു സർവേ നടത്തുന്നുണ്ട്, ആ സർവേയുടെ ഭാഗമായിട്ട് ഒരു ഫോട്ടോ എടുക്കുന്നു. സർവേ നടത്തുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ MBD നിയമം എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് ഫോളോ അപ്പ് ചെയ്യാതെ ഒരുപാട് വാഹനങ്ങൾ ഓടുന്നുണ്ട്. MBD നിയമങ്ങൾ ഫോളോ അപ്പ് ചെയ്യാതെ ഒരുപാട് വാഹനങ്ങൾ ഓടുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ വാഹനത്തിന്റെ ഫോട്ടോ എടുത്തത്. താങ്കളുടെ വീഡിയോ ഫോട്ടോ എടുക്കാൻ കാരണം താങ്കൾ ബലം പ്രയോഗിച്ചുകൊണ്ട് അത് ഇതിലുണ്ട്, അത് നമുക്ക് തെളിയിക്കാം. ഹായ്, അപ്പോൾ ഈ പോലീസ് ഓഫീസേഴ്സ് എന്ന് പറയുന്നത്, ഈ 2 പോലീസ് ഓഫീസേഴ്സ് നമ്മളോട് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്കാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ആരാണ് പറയുന്നത്? യൂണിഫോം ഇട്ടിട്ട് ജനങ്ങളുടെ പ്രതിനിധിയായിട്ട് നിലനിൽക്കുന്ന പോലീസാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് പറയുന്നത്? ഒരു തെറ്റ് മറച്ചു വെക്കാനാണ്. അത് സ്പീഡ് വയലേഷന്റെ ഭാഗമായിട്ട് ഫൈൻ ഉണ്ടായിരുന്ന ഒരു വാഹനമാണ്. ആ വാഹനത്തിന്റെ തെറ്റ് നമ്മൾ ഷൂട്ട് ചെയ്ത് പബ്ലിക്കിലേക്ക് റിലീവ് ചെയ്യുമ്പോൾ ആ തെറ്റ് മറയ്ക്കാനായിട്ട് അദ്ദേഹം ആദ്യം ചെയ്ത കാര്യം എൻ്റെ ഇവിടെ ഇതിൽ പോയിന്റ് ചെയ്യുക എന്നുള്ളതാണ്, ഇതിലേക്ക് മർമ്മം പിടിക്കുക എന്നുള്ളതാണ്. അതായത് ഈ 2 എല്ലിൻ്റെ ഇടയിലുള്ള 2 ഞരമ്പുകളിലേക്ക് പ്രഷർ ചെയ്യുകയാണ് ചെയ്തത്. പ്രഷർ ചെയ്ത് വേദനിപ്പിക്കുകയാണ് ചെയ്തത്. വീഡിയോ എടുക്കുമ്പോൾ അത് ആള് സ്വഭാവം മാറി. അതെ, വീഡിയോ എടുക്കുമ്പോൾ ആളുടെ സ്വഭാവം മാറാന്ന് പറഞ്ഞാൽ പാവമാവാണ്. അവിടെ ക്യാമറ കാണുമ്പോൾ അയാൾ അങ്ങോട്ട് ഒതുങ്ങാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ മർമ്മം പ്രയോഗിക്കുകയാണ്, നെർവുമ പിടിച്ച് അമർത്തുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ മെയിനായിട്ട് കൂടെ നിൽക്കുന്ന ആൾ പറയുന്ന വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് തെറ്റ് മറയ്ക്കാനാണോ ഈ വ്യക്തി സ്വാതന്ത്ര്യം വേണ്ടത്? അത് പോലീസ് ഡ്രസ്സിൽ ഇട്ടിട്ട് നിങ്ങൾക്ക് വ്യക്തി സ്വാതന്ത്ര്യം വേണോ? ഇതിലൊരൊറ്റ കാര്യം പറയുന്നുള്ളൂ, നിയമം എന്ന് പറയുന്നത് നിങ്ങൾക്കും കൂടി ബാധകമാണ്. ആ നിയമം പാലിക്കാതെ നിങ്ങളുടെ ഭാഗത്തുള്ള തെറ്റുകളെ ജനങ്ങളിലേക്ക് റിലീവ് ചെയ്യേണ്ടത് പൗരബോധമുള്ള ഒരു ചെറുപ്പക്കാരന്റെ കടമയാണ്. ആ കടമയാണ് ഞാൻ ചെയ്തത്. ആ കടമ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്തത്, നിയമപാലകർ എന്ന് വിളിക്കുന്ന നിങ്ങൾ നിയമം തെറ്റിച്ചുകൊണ്ട് എൻ്റെ കൈയിൻ്റെ അടിയിൽ മർദ്ദം പ്രയോഗിക്കുകയും എന്നെ ആക്രമിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുകയുമാണ് ചെയ്യുന്നത്. ആ സമയത്ത് നിങ്ങളെ തടഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ക്യാമറ ഓൺ ആക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്നെ ഉറപ്പായിട്ടും ആക്രമിച്ചിട്ടുണ്ടായിരിക്കുമെന്ന് വ്യക്തമായിട്ടുള്ള ബോധ്യമുണ്ട്. പക്ഷെ നിങ്ങൾ ആക്രമിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്കെതിരെയുള്ള കേസ് മൂവ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും പ്രൂഫും അവിടെ അവൈലബിൾ ആണ്. കാരണം എന്ന് പറയുകയാണെങ്കിൽ അവിടെ റെയിൽവേ ക്യാമറ ഓൺ ആണ്. നിയമം പോലും അറിയാത്ത പോലീസ് ഓഫീസേഴ്സ് ആണ് ഈ 2 പേര്. ഈ 2 പേർക്ക് സസ്പെൻഷൻ കൊടുത്തിട്ട് നിയമം എന്താണെന്ന് ഇവരെ പഠിപ്പിക്കുന്നതാണ് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന് നല്ലത്. അല്ലാത്തുള്ള ഈ പോലീസ് ഓഫീസേഴ്സ് ഇവിടെ ഒരു അപകടമാണ്, സാമൂഹികമായിട്ടുള്ള ഒരു വിരുദ്ധതയാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ബൈ.